വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എപ്പോഴും ഉം. മതേതരമായിരിക്കണം. അത് പൊതുവിദ്യാലയങ്ങളായിട്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാതലായ വശം അതാണ് കാരണം. അതിപ്പോ ഈ ക്രിസ്ത്യൻ സ്ഥാപനമായാലും ശരി, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും നമ്മൾ അതിനെതിരെ നിൽക്കുന്നതിന്റെ കാരണം നമ്മളൊക്കെ ബേസിക്കലി ഏത്തിസ്റ്റുകളായിട്ട് നിന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഇതാണ് അതിലൊരു വിഷയം ഒന്നാമതായിട്ട് വരുന്നത്. അപ്പൊ ഇത് പൊതു സ്ഥാപനങ്ങളായിട്ട് നിൽക്കുക. ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ റെജി ലൂക്കോസ് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊക്കെ മതത്തിന്റെ കാര്യം ചേർത്ത് പറയുന്നത് ശരിയാണെന്നൊക്കെ ചോദിച്ചു. നമ്മൾ എന്താ കണ്ടത്? ഇവിടെ എന്താണ് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് നടന്നിരുന്ന ആളുകൾ സ്വാമിയെ ശരണോ അയ്യപ്പ എന്ന് ഇങ്ങനെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണ് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് തരം ചോദ്യമാണെന്നാണ് നമുക്ക് ആളോട് ചോദിക്കേണ്ടത്. ആൾക്ക് ഷുർ. മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പോട്ടെ. അപ്പൊ നമ്മളിവിടെ പറയുന്ന ഇത്രയേ ഉം. ഉള്ളൂ. ഇവിടെ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ്. അവര് ആർക്കാണ് ഈ നിന്ന് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജിഹാദികൾക്കാണ്. ആ ജിഹാദികൾ ഉണ്ടാക്കുന്ന കുഴിയിൽ പോയി ചാടി കൊടുത്തിട്ട് അവരുടെ വഴി എളുപ്പം വെട്ടിക്കൊടുക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ജിഹാദികളുടെ ആവശ്യം എന്താണ്? ഇത് മതകീയമായിട്ട് ഇതിനെ ഒരു ഒരു വിഷം കലക്കിയിട്ട് അതിൽ മീൻ പിടിക്കുന്ന ഒരു പണി ഓക്കെ. അതാണ് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷുർ. അതിന് നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല. അത് ഏത് വിസ്ഡം ജിഹാദി ആയാലും അതിനെതിർത്ത് പറഞ്ഞിരിക്കണം.